വോട്ട് ചെയ്യുമ്പോൾ തനിക്ക് തെറ്റുപറ്റിയതാണെന്ന് വടക്കാഞ്ചേരിയിലെ ലീഗ് സ്വതന്ത്രൻ ജാഫർ. CPM പണം വാഗ്ദാനം ചെയ്തു എന്ന ഫോൺ സംഭാഷണം സൗഹൃദ സംഭാഷണം മാത്രമാണ്. തന്നെ ഇടത് നേതാക്കൾ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ജാഫർ പറഞ്ഞു. ജാഫറിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. പ്രതിഷേധത്തിനിടെ ജാഫർ പാവറട്ടി സ്റ്റേഷനിലെത്തി. ഇല്ല, ഞാൻ ഒരാളെന്നും ₹1 പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ല, ഞാനും അവനായിട്ടുള്ള ഒരു റിലേഷന്റെ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ബാബു എന്നെ പലതവണ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. കാരണം ആള് വിളിച്ച് വോയിസ് അയക്കിയത് എനിക്ക് ചെയ്തത്. ഞാൻ തിരിച്ച് ആൾക്കും അതേപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം. എന്നെ ഞാനും അവരും തമ്മിൽ ഒരു ഡീലും മനുഷ്യനാണ്. എന്റെ തെറ്റുപറ്റി ഒരു ഘടകമില്ല. എന്നെ ആരും എന്നെ പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാഗ്ദാനത്തിലോ ഞാൻ പറയുന്നു ₹1 പോലും ഞാൻ ഒരാളെ മേടിച്ചിട്ടില്ല. ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDF വോട്ട് ചെയ്യാത്ത ആളാണ്. ഇനിയിപ്പോ എന്ത് പ്രലോഭനങ്ങളിൽ ഞാൻ LDF കൂടെ നിൽക്കില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, LDF വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും മനഃപൂർവ്വം വോട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാം. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. നടരാജ്, ഇതിപ്പോൾ ആകെ കൂടെ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് ജാഫറിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ 2 ആളുകൾ മാത്രമുള്ള തെരഞ്ഞെടുപ്പിൽ എന്ത് തെറ്റുപറ്റിയെന്നാണ് ജാഫറിന്റെ വിശദീകരണം? അവരുടെ വേണ്ടത്ര ബലമില്ലാത്ത വാദമാണ് ജാഫർ ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമാണ്. തുടർ ചോദ്യങ്ങൾ ജാഫറെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. അധ്യാപകനായിരുന്ന ഒരാൾക്ക് 2 ആൾക്കിടയിൽ വോട്ട് ചെയ്യുന്നതിന് യാതൊരു പ്രതിസന്ധി ഉണ്ടാവേണ്ടതല്ല. അദ്ദേഹം തന്നെ പറയുന്നു, ആദ്യം നബീസയുടെ പേരാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള തെറ്റാണ് പറ്റിയത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒരു മറുപടിയുമില്ല. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു വാദം ബലമില്ലാത്തതാണെങ്കിലും അദ്ദേഹം പറയുന്നത് താൻ പണം വാങ്ങിയിട്ടില്ല, ആ സംഭാഷണം സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു, താൻ ആരിൽ നിന്നും പണം ചോദിച്ചിട്ടുമില്ല, പണം വാങ്ങിയിട്ടുമില്ല, തനിക്ക് ലീഗ് പ്രവർത്തകരായി തുടരാനാണ് താല്പര്യം, പക്ഷെ താനിപ്പോൾ പുറത്താണ്, താൻ ഒരു കാലത്തും അറിഞ്ഞുകൊണ്ട് LDF വേണ്ടി വോട്ട് ചെയ്യില്ല, അത് തെറ്റ് സംഭവിച്ചതാണ്, അത് അന്നേ തന്നെ പറഞ്ഞതാണ് എന്നാണ് ജാഫർ പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ മാധ്യമങ്ങളോട് ഒരു വിശദീകരണം ജാഫർ നടത്തുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉടൻ തന്നെ ഒരു ബൈക്കിൽ കയറി ജാഫർ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള പാവറട്ടി പോലീസ് സ്റ്റേഷനിലാണ് ജാഫർ അഭയം പ്രാപിച്ചത്. ഇത്തരം സംഭവത്തിൽ പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്നും അതുപോലെ തന്നെ നാളെയും സംഭവവുമായി ബന്ധപ്പെട്ട് പല പ്രതിഷേധങ്ങൾക്കും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും തയ്യാറെടുക്കുന്നുണ്ട്. എന്തായാലും വിഷയം വലിയ രീതിയിൽ പ്രശ്നമാകുമ്പോഴും ഇതിൽ തെറ്റായ ഒന്നും ചെയ്തിട്ടില്ല എന്ന നിലപാടിൽ CPM തുടരുന്നുണ്ട്. ഒരു കുതിരക്കച്ചവടവും തങ്ങളുടെ ആശയത്തിലുള്ളതല്ല, അതുകൊണ്ട് തന്നെ കുതിരക്കച്ചവടം ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാണ് ഇക്കാര്യത്തിൽ CPM നൽകുന്ന വിശദീകരണം. അതേസമയം പണം വാങ്ങിയിട്ടില്ലെന്ന് ജാഫറും